ഇവിടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറയപ്പെട്ട് കഴിഞ്ഞു. ബഹുമാനപ്പെട്ട ഉമർ ഫൈസി ഉസ്താദിന്റെ പ്രഭാഷണം നമ്മൾ ശ്രദ്ധിച്ചു. ഒന്നും ഒഴിവാക്കാനില്ല. ആനുകാലികമായ വിഷയങ്ങളിൽ ഒരാൾക്ക് കൃത്യമായ നിലപാട് സ്വീകരിക്കേണ്ട രൂപത്തിലുള്ള കൃത്യവും വ്യക്തവുമായ വിശദീകരണം. അത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും. അതിപ്പോ വാങ്ങ് കൊടുക്കണ ഇബ്ലീസിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ വാങ്ങ് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. വാങ്ങ് കൊടുത്തോണ്ടേയിരിക്കണം, ഉറക്കം കൊടുക്കണം, അല്ലേ? എന്ന പോലെ ബഹുമാനപ്പെട്ട ഉമർ ഫൈസി ഉസ്താദ് പറയുമ്പോ, വിഷയങ്ങൾ സംസാരിക്കുമ്പോ, ഹക്ക് പറയുമ്പോ അത് ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടാവും. അവർക്ക് അവരെ ഇഷ്ടപ്പെടാക്കി കൊണ്ട് നടക്കാതല്ലാതെ വേറെ നിർവാഹമൊന്നുമില്ല. ഞാനിവിടെ ഇരിക്കുമ്പോൾ ഉസ്താദ് പ്രഭാഷണം നടത്തുന്നതിന്റെ മുമ്പ് 70ന്റെ മുകളിൽ വയസ്സ് പ്രായമുണ്ട്. എവിടുന്നാണ് വരുന്നത്? എത്ര ദൂരം യാത്ര ചെയ്തിട്ടാണ് വരുന്നത്? ഇനി എത്ര തിരിച്ച് യാത്ര ചെയ്യണം? ഞാൻ അവിടെ ഇരുന്ന് അദ്ദേഹം പ്രഭാഷണം നടത്തുന്നതിന്റെ മുമ്പ് ഒരു ബാഗ് ആകണ കവറടക്കം 4 ഗുളിക ഒരുമിച്ച് കുടിച്ചതാണ്. ഒരു ഗുളികയാണ്. അതിന്റെ പുറമെ വേറെ ഏതൊരു ഗുളികയുണ്ട്, അതിന്റെ ബാഗുകൾ കാണുന്നില്ല. ഇതൊക്കെ കൂടെ കുടിച്ചിട്ടാണ് ഈ പ്രസംഗിക്കുന്നത്. എന്ത് കാര്യം ഉണ്ടായിട്ടാ? പ്രസംഗിച്ച് പൈസ ഇട്ടാനാ? അങ്ങനെ പ്രസംഗിച്ച് പൈസ ഇട്ടേണ്ട ആളല്ല മുക്ക ഉമർ ഫൈസി. അതൊരു മുതലാളിയാണ്. ചില്ലറക്കാരനൊന്നല്ല. ദീനിനും സുന്നത്തിയുമായതിനോടുള്ള ആത്മാർത്ഥതയാണ് നിങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം അവിടെ എത്തിയതും ഇവിടെ പ്രഭാഷണം നടത്തിയതൊക്കെ. അള്ളാഹു താല ദീർഘായുസും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. ഉറക്കാമീൻ പറയും. അള്ളാഹു ദീർഘായുസും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. അതുപോലെ ഈ പ്രായമായ സമയത്തും കിലോമീറ്ററുകളോളം യാത്ര ചെയ്ത് കയ്യിൽ കെട്ടുകണക്കിന് ഗുളികയും കയ്യിൽ പിടിച്ച് സഞ്ചിയിൽ പിടിച്ചുകൊണ്ട് ഈ ആദർശ സമ്മേളനത്തിൽ വന്ന് പ്രഭാഷണം നടത്തി തിരിച്ചുപോയ നമ്മുടെ ബഹുമാനപ്പെട്ട ശൈഖുനാ ഉമർ ഫൈസി ഉസ്താദ്, അള്ളാഹു ദീർഘായുസും സിഹത്തും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. ശത്രുക്കളുടെ കുതന്ത്രങ്ങളിൽ നിന്ന് ആ മഹാനെ അള്ളാഹു സംരക്ഷിക്കട്ടെ. അദ്ദേഹത്തെ കുറിച്ചൊക്കെ പറഞ്ഞു പരത്തുന്ന കളവുകൾ, ആക്ഷേപങ്ങൾ, അവർക്ക് ആഖിറമില്ല, ആഖിറത്തിൽ വിശ്വാസവുമില്ല. നമ്മുടെ മുമ്പിൽ കണ്ട ഉമർ ഫൈസിയെ നമുക്കറിയാം. ഇപ്പോൾ ഇവിടെ പാടലെടുക്കയിൽ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിൽ മിനിറ്റുകൾ മാത്രം ആ മനുഷ്യനോട് സംസാരിച്ച ഒന്നിലധികം പേരെന്നോട് പറഞ്ഞു, ആ മനുഷ്യൻ വല്ലാത്തൊരു നിഷ്കളങ്കനല്ലേ, ആ മനുഷ്യൻ ഒരു സാധുവല്ലേ, ആ മനുഷ്യന്റെ കൽബിൽ മറച്ചു വെച്ചുകൊണ്ട് നിഫാഖോട് കൂടെ സംസാരിക്കാൻ അറിയാത്തവനല്ലേ. ഉമർ ഫൈസിയെ ഫോട്ടോയിൽ മോർഫ് ചെയ്ത ഫോട്ടോകളിൽ കണ്ടുകൊണ്ട്, ഉമർ ഫൈസിയെ കുറിച്ച് കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന കഥകൾ കേട്ടുകൊണ്ട് അദ്ദേഹത്തെ പരസ്യമായി തെറി പറയുന്ന, അനാവശ്യം പറയുന്ന തലപ്പാവുധാരികളെ പോലും ഞാൻ കണ്ടിട്ടുണ്ട്. മഅദല്ലോ. അതുപോലെ നമ്മുടെ സയ്യിദുൽ ഉലമ, മഹാനായ സയ്യിദുൽ ഉലമ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ യമനി താഴ്വഴിയിലൂടെ കടന്നു വന്ന മഹാൻ, അബൂദാബിയിൽ വെച്ചിരിക്കെ ഞാൻ സയ്യിദുൽ ഉലമയുടെ കൂടെയുണ്ട്. ആ സമയത്ത് സയ്യിദുൽ ഉലമ നാട്ടിലേക്കുള്ള യാത്രയിലാണ്. ആ സമയത്ത് വിശ്രമിക്കാൻ വേണ്ടി ഹോട്ടലിൽ റൂം എടുത്തിട്ടുണ്ട്. ആ റൂമിലേക്ക് തങ്ങൾ അവർകളെ കൊണ്ടാക്കുകയാണ്. ഞങ്ങൾ ഏതാനും ചില ആളുകളുണ്ട്. ആ സമയത്ത് റൂമിന്റെ കാര്യങ്ങളൊക്കെ ശരിയാകുന്നത് വരെ താഴെ റിസപ്ഷനിൽ സയ്യിദുൽ ഉലമ ഇരിക്കുകയാണ്. തങ്ങളോടുകൂടെ ഞങ്ങൾ ഏതാനും 2-3 ആളുകളുണ്ട്. ആ സമയത്ത് സയ്യിദുൽ ഉലമയെ കണ്ട ഒരാൾ എന്നോട് വന്ന് ചോദിച്ചു. ഒരു അറബിയാണ് അദ്ദേഹം. അദ്ദേഹം എന്റെ അടുത്ത് വന്നു സലാം പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, ആ ഇരിക്കുന്ന ശൈഖാരാണ്? അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ഞങ്ങളുടെ റഈസാണ്, ജംഇയ്യത്തുൽ ഉലമയുടെ റഈസാണ്. അദ്ദേഹം പറഞ്ഞു, അതൊരു മലബാരിയല്ലല്ലോ, അതൊരു യമനിയല്ലേ? ഞാൻ പറഞ്ഞു, അവരുടെ അസുര യമനിയാണ്. എങ്കിൽ എനിക്ക് അദ്ദേഹത്തോടൊന്ന് സലാമാക്കണമെന്ന് ദുആ ചെയ്യാൻ പറയണം. എന്നെ ഒന്ന് സഹായിക്കുമോ? അദ്ദേഹത്തെ സയ്യിദുൽ ഉലമയുടെ അടുക്കലേക്ക് ഞാൻ കൊണ്ടുപോയി. സയ്യിദുൽ ഉലമയെ കണ്ടത് മുതൽ എത്രയോ മിനിറ്റുകൾ സന്തോഷത്തോടുകൂടെ അദ്ദേഹം സംസാരിക്കുകയാണ്. പിന്നെ ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം വലിയ ആലിമാണ് എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. ഇന്ന് അറിയപ്പെട്ട യമനി പണ്ഡിതനായ ഉമർ ഹബീബ് തങ്ങളുടെ അദ്ദേഹത്തിന്റെ സഹോദരി പുത്രനാണ് ഇദ്ദേഹം എന്ന് അദ്ദേഹം പരിചയപ്പെടുത്തി. അറിയേണ്ടവരെ അറിയുന്നുണ്ട്, തിരിച്ചറിയേണ്ടവരെ അറിയുന്നുണ്ട്. ഇതൊന്നും തിരിച്ചറിയാതെ അന്ധത ബാധിച്ച കണ്ണുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ആ കൂട്ടത്തിൽ ഒരാളും പെട്ടുപോകരുതേ. സമസ്തയാണ് നമ്മുടെ വഴി, അതാണ് ദീനാണ് നമ്മുടെ വഴി. അല്ലാഹു സുബ്ഹാനഹു വ തആല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഖിദ്മത്ത് ചെയ്യാനും സമസ്തക്ക് ഖിദ്മത്തിലായി ജീവിച്ചു മരിക്കാനും നമുക്കും അഹ്ലുകാർക്കും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.